ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പൊ ഞങ്ങള് പള്ളിയിലൊക്കെ പോയി വന്നൊഴിക്ക് ഞാനും പുള്ളിയും കൂടെ ഉണ്ടാവും പള്ളിയിൽ പോയത്. അപ്പൊ ഇവിടുത്തെ സ്റ്റാഫാണ്. ഹായ്. അപ്പൊ ഞാൻ അച്ഛാ ഓക്കെ. ഞങ്ങള് രണ്ടുപേരും കൂടെ ഉണ്ടാവും ഇന്ന് പള്ളിയിൽ പോയത്. അപ്പൊ ഇന്ന് ചുമ്മാ ഇനി നേരെ പുള്ളിയുടെ വീട്ടിലാണ്ട ഭക്ഷണം ഉണ്ടായിരുന്ന. അപ്പൊ ആ സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. അപ്പൊ എനിക്ക് പുള്ളിനെ ഫാമിലിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണമായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു അതിനൊക്കെ അവിടെ വെച്ച് വീഡിയോ എടുത്തോടെയെന്ന്. ഓക്കെ സോറി മേ ഓ തിങ് ഓക്കെ. ആള് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മളിപ്പോ സോറി മേ മറന്നുകൊണ്ടാട്ടാ. അപ്പൊ ഇനി ഇപ്പുറത്തെ ആർമി ക്യാമ്പാണ്. അപ്പൊ അങ്ങാടേക്ക് നമ്മൾ വീഡിയോ കാണിക്കല. അപ്പൊ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പൊ എന്തായാലും വേറെ കുറച്ച് ആൾക്കാരുണ്ട്. മെയിൻ ഒരാളുണ്ട് കേട്ടോ. ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ഇവിടെ സ്റ്റേയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നെ പുള്ളിയാണ്. കാരണം നമ്മുടെ യാത്രയിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയും കൂടെ ഉണ്ട്. ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ താങ്ക് യു. ഓക്കെ ഓക്കെ മേ കൽ സുബഹ ജായേഗ. ഓക്കെ ठीक है फोन कर लेना मुझे. ओके ओके इंशाल्लाह. मेरा नंबर देना अभी आप. ओके. ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയൊരു വീഡിയോ ആണ്. അതായത് ഒരു ട്രാവൽ വീഡിയോ അല്ല, ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സോനു എന്നാണ് പേര്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ വർഷത്തിൻ്റെ യാത്രയിൽ ഞാൻ പരിചയപ്പെട്ടില്ല. കാരണം ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടല്ലേ ശ്രീനഗർ വെച്ച് കണ്ട് പരിചയപ്പെട്ടാണ്. അപ്പം അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു എന്താണ് സൗഹൃദം എന്താ പറയണ്ട, അയൽക്കാരാണ്. കാരണം അത് പിന്നീടാട്ടോ പറഞ്ഞത്. അപ്പൊ ശരിക്കും ബ്രോ കാരണം എനിക്ക് സത്യം പറയുന്നത് ഇങ്ങനെ കടപ്പാടാണ് അല്ലെങ്കിൽ അതിന്റെ അപ്പുറം പറയാം. കാരണം ബ്രോ കാരണം നമ്മൾ അനുസാറിനെ പരിചയപ്പെടും. കാരണം ലേയിൽ നമുക്ക് ഒരുപാട് സത്യം പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടാവും. കുറെ ബുദ്ധിമുട്ടി. പക്ഷെ പുള്ളി ഭയങ്കര രീതിയിൽ നമ്മളെ സഹായിച്ചു. അതിനെല്ലാം കാരണം ഈ ഒരു മനുഷ്യനാണ്. സത്യം പറഞ്ഞാൽ എത്ര പറഞ്ഞാലും നമുക്ക് ആ ഒരു കടപ്പാട് തീരൂല. പിന്നെ ഞാൻ ഇന്നലെ തൊട്ട് സ്റ്റേ ചെയ്യണത് പുള്ളിയുടെ ഒപ്പം ഉണ്ടാ. കാരണം അപ്പോൾ വരെ എനിക്കൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാകാം. നല്ല രീതിയിൽ നമ്മളെ പൊന്നു വരെയാണ്. കാരണം അതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. അപ്പം അതെ ഞങ്ങൾ ഇവിടെ ഉണ്ട് കിടക്കണ റൂം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പുള്ളി ഒരു ആർമിയിലൊരു മെയിൻ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ഇതാണ്ട റൂം കാര്യങ്ങൾ. അപ്പൊ ഞങ്ങൾ ഇന്ന് ആള് നാളെ പോണേണ്, നാട്ടിലേക്ക് പോണേണ്ട. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പൊ അതും നമുക്ക് ബ്ലോഗിൽ ഉൾപ്പെടുത്താം. അപ്പൊ എന്തായാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് കൊണ്ടേണ്ട കുറച്ച് സാധനങ്ങൾ കാര്യങ്ങൾ മേടിക്കാണ്ട്. അപ്പൊ എന്തായാലും പോണ കുറച്ച് കാഴ്ചകളൊക്കെ കാണണ്ട. വന്നൊഴിക്ക് ഒരു കടയിൽ കയറി ഫ്ലാഗ് ഓടിക്കാൻ വേണ്ട. അപ്പൊ ഹായ്. അപ്പൊ ഇവിടെ ഇല്ല, ഫ്ലാഗ് ഇല്ല. അപ്പൊ ഞാൻ വേറെ ഒരാളെ പരിചയപ്പെടുത്തട്ടെ. സിന്ധു ബ്രോ, ഇത് നമ്മളെ മെയിൻ ആളാണ്. അച്ഛാ ഹായ്. ഈ പുള്ളിനെ അറിയാമോ? കാരണം നമ്മളെ കഴിഞ്ഞ വീഡിയോ ബ്രോ കേശോ, സിന്ധു, റോമിയോ. സപ്പോർട്ട്, ലൈക്ക്, സബ്സ്ക്രൈബ്, ഫോളോ. അപ്പൊ ഇവര് ഈ പുള്ളി നമ്മളെ കഴിഞ്ഞ ശ്രീനഗർ വെച്ച് കണ്ടാണ്ട. അപ്പൊ പുള്ളിനെ കുറച്ച് മുമ്പ് പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളി ഡ്യൂട്ടിയിലായിരുന്നു. അപ്പൊ ഇവിടെ വന്നൊരിക്കും വണ്ടി ഒന്ന് റെഡി ആക്കാണ്ട് വന്നേക്കണേട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് പോണേക്ക് മാർക്കറ്റിൽ പോവാം. അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടാവും. പോണേ ഞാൻ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ട്രാവൽ വ്ളോഗ് ആയിരിക്കില്ല. കാരണം ഒരു ചെറിയൊരു വ്ളോഗാണ്. നമ്മൾ ഇന്നത്തെ ഒരു ഡേയിലൊരു ഇതാണ്. കാരണം നമ്മൾ ഇന്ന് സ്റ്റേ ആണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങളാണ് കാണിക്കാം. നമ്മുടെ പോണ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഫുള്ള് മറ്റേ അരി ഇതാക്കിയിട്ട് ഉണക്കാനിട്ടിട്ട് ഇതാക്കിയിട്ടുണ്ട്. പാക്ക് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംമാതിരി ഇതാണ്ട നെല്ലാണ്. അതായത് കാശ്മീർ റൈസ് ആണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് കഴിക്കണ ഈ ഒരു അരിയാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാർ ഇതാണ്. ഞങ്ങൾ ഇന്നലെയും കഴിച്ചിട്ടുണ്ട് ഈ ഒരു റൈസ് വെച്ച് ഇത് ഇവിടെ ഫുള്ള് മറ്റേ നമ്മുടെ ഇതാണ് വാൽനട്ട്. ഇഷ്ടംമാതിരി ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇതുണ്ട് കേട്ടോ. മരം ഉണ്ടിട്ട് ഇവിടെ. അതേ ഇവിടെ കുറേ പിള്ളേർ എറിഞ്ഞെറിഞ്ഞ് വീഴ്ത്തുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞ പരിപാടി ശരിക്കും ഇങ്ങനെയാണ്. എല്ലാവരും കയറിയല്ല പറയണേ, എറിഞ്ഞെറിഞ്ഞ് വീഴ്ത്തണ എനിക്ക് പരിപാടി. ഞങ്ങളിപ്പോൾ ഉള്ളത് അച്ചാബൽ ഗാർഡൻ, അതായത് അച്ചാബൽ മുഗൽ ഗാർഡൻ. ശരിക്കും ഇത് മുഗൽ ഗാർഡൻ ആണല്ലേ? ഓക്കെ. അപ്പോൾ ഇവര് പണ്ടത്തെ കാലം തൊട്ട് ഇത് നല്ല ഡീപ് ഫോറസ്റ്റിൽ നടുക്കുള്ളൊരു ഗാർഡനാണ് ആണല്ലേ? ആ വ്യൂ കാണുന്ന അറിയാൻ പറ്റും. ഡീപ്പ് ഒരു ഫോറസ്റ്റിന് നടുക്കുള്ളൊരു ഗാർഡൻ. ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ ടൈമിലുള്ള ഒരു ഗാർഡൻ. ശരിക്കും അച്ചാബൽ ഗാർഡൻ എന്ന് പറയാം. അച്ചാബൽ സ്ഥലത്തിന്റെ പേര്. അച്ചാബൽ ഗാർഡൻ എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥലം കാരണമാണ്. അല്ലെങ്കിൽ ഇത് മുഗൾ ഗാർഡൻ ആണ്. മുഗൾ ഗാർഡൻ ആണല്ലേ? ഈ വാട്ടർ ഫ്രണ്ടേജ് അതിന്റെ ഒരു
ഇതല്ലേ? ഓ, നമുക്ക് അങ്ങാട് പോകാല്ലേ? ഇപ്പൊ ഇവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം പിള്ളേർക്കാണെങ്കിൽ 15, വലിയ ആൾക്കാർക്കാണെങ്കിൽ 30 വെച്ചാണ്. പിള്ളേർക്ക് 5, വലിയവർക്ക് 30. ഓ, 5 ആണല്ലേ? ഓ, പിള്ളേർക്ക് 5 ആണ് കേട്ടോ, വലിയവർക്ക് 30. അപ്പൊ അത് ഇവിടെ ഒരു കവാടം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം നമ്മുടെ അവിടെ നിന്ന് ഏകദേശം കുറച്ച് ദൂരമുള്ളൂ അല്ലേ? ഏകദേശം 1 കിലോമീറ്റർ ഉള്ളൂ. കാണാൻ അത്യാവശ്യം അടിപൊളി, ഇഷ്ടംമാതിരി ആൾക്കാർ വരുന്നുണ്ട്, എല്ലാം സെറ്റാണ്. അപ്പൊ ഇവിടുന്ന് ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ടല്ലോ ആളാ. ഇത് ശരിക്കും ഇവിടുന്ന് വല്ല മലയെന്ന് വല്ല വെള്ളം? നാച്ചുറൽ സ്പ്രിംഗ് ആണല്ലേ? നാച്ചുറൽ വാട്ടർ. ഓ, സെറ്റാണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി ആൾക്കാർ. ഇതിന്റെ ബൈപ്പാസ് അപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് പറഞ്ഞോണ്ടല്ലേ? 3 സ്ഥലത്തുണ്ട് കേട്ടോ വെള്ളം, ഇങ്ങനെ മലയെന്ന് വലിയ വെള്ളം ഉണ്ട്. ഇത് പിന്നെ ഇഷ്ടംമാതിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാർക്ക് ടൈം പാസ് ചെയ്യാൻ വേണ്ടി സ്കൂള് കോളേജസ് എല്ലാരും ഇവിടെ കൊണ്ടുവരും. നമ്മുടെ നാട്ടില് വീഗാലാൻഡ് ഓടൊക്കെ പോകുന്നില്ലേ? കാരണം ഞാൻ ഇന്നലെ ഈ വഴി വഴിക്ക് കണ്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു, ഇഷ്ടംമാതിരി ആൾക്കാർ വന്നിട്ടുണ്ട്. കാരണം വഴിയിലൊക്കെ ഫുള്ള് ആൾക്കാരാണ്. ഇവിടെ പിള്ളേര് മറ്റേതൊക്കെ സ്കൂൾ പിള്ളേരാണല്ലേ? പിള്ളേര് മറ്റേ ഇതൊക്കെ ഗ്യാസൊക്കെ പോയി. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് കാശ്മീരില് ഇങ്ങനെയുള്ള സ്പോട്ട് എല്ലാ ഗാർഡനിലും വരും. ഇവിടെയാണ് അവർ ഡിന്നർ ലഞ്ചൊക്കെ അവിടെ തന്നെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ. ഞാൻ മറ്റേ ഇവിടെ കണ്ടോ, മറ്റേ നമ്മുടെ എന്താണ് ഹസരത് ബാലി കണ്ടോ? അതാണ് ആ പരിപാടിയാണ് എല്ലായിടത്തും അല്ലേ? കാരണം ഇവിടെ ഭയങ്കര സെറ്റപ്പാണ്. ഫാമിലി ഗെറ്റ് ടുഗദർ ഗാർഡനിൽ ഒരു മറ്റേ പിക്നിക് ഒക്കെ പോലെ അല്ലേ? അല്ലേ? ഹായ് ഹായ്. അതെ, പിള്ളേരൊക്കെ ഇവിടെ വന്നേക്കണേ. കാരണം ഞാൻ പറയില്ലേ, ഇവിടെ എല്ലാവർക്കും വരാം. അപ്പൊ എല്ലാവരും ഇവിടെ കുറച്ചു നേരം വൈകിട്ട് വന്ന് റെസ്റ്റ് എടുക്കാനാണെങ്കിലും എല്ലാത്തിനും ഇവിടെ തന്നെ കേട്ടോ. ഇതല്ലേ? ഓ, കാരണം ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി ആൾക്കാരാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ കുറെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഫുഡ് അവിടെ അറ്റത്തവർ എനിക്ക് ഫുഡൊക്കെ കഴിച്ച് എണീക്കണേന്ന് തോന്നിട്ട്. തണുപ്പ് വന്നിട്ടുണ്ടല്ലേ അത്യാവശ്യം? കാശ്മീരി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇവിടെ ഗാർഡൻ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന അവിടെ അറ്റത്തല്ലേ? ഓ, മറ്റേ ഫോട്ടോ സിനിമകളൊക്കെ ഷൂട്ടിംഗ് മാക്സിമം നടക്കും. ഇവിടെ നടക്കാറുണ്ടല്ലേ കാശ്മീരി? നല്ലൊരു സീനിക് ലൊക്കേഷനാണ് മൊത്തം. ശരിയാണ്ട, നല്ല അടിപൊളി സ്ഥലമാണ്. കാരണം ഇത് ഡിസ്ട്രിക്റ്റ് ആനന്ദ്നാഗ്. ശരിക്കും മറ്റേ ഇത് പറഞ്ഞല്ലേ, ഇസ്ലാമാബാദിന്റെ ഇത് പറഞ്ഞാൽ അതെന്താണ് സംഭവം ശരിക്കും? പണ്ട് ഈ ആനന്ദ്നാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യയുടെ റെക്കോർഡിൽ അനന്തനാഗായിരുന്നു. പിന്നെ ഇവിടുത്തെ നാട്ടുകാരെല്ലാം ഇസ്ലാമാബാദ് ആക്കി. പിന്നെ അത് ഇസ്ലാമാബാദായി. പിന്നെ ഇപ്പൊ ഗവൺമെന്റ് ഇവിടെ വീണ്ടും റീഫോം ആയി അത് വീണ്ടും തിരുത്തി അനന്തനാഗ്. പക്ഷെ രണ്ടും വരണ്ട മാപ്പിലിടുമ്പേ. അതെ, മാപ്പിൽ രണ്ടും ഉണ്ട്. ഇവിടുത്തെ ലോക്കൽ ടാക്സിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമാബാദ് എന്ന് പറയട്ടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് അങ്ങനെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം 2 ഇത് തന്നെ ഉണ്ട്, ഇസ്ലാമാബാദ്. കാരണം നമ്മൾ 2022 വന്നപ്പോൾ കാരണം നമ്മൾ 2 ടാക്സി ആയിരുന്നു. ഒന്ന് ശ്രീനഗർ നേരെ ഇസ്ലാമാബാദ്, അവിടെ നിന്നാണ് നമ്മൾ നേരെ ഇവിടെ ബനിഹാൽ പോയേട്ടാ. അപ്പോൾ ആ ഒരു ഓർമ്മയുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ബ്രോനോട് ചോദിക്കുന്നത് ഈ കാര്യം കറക്റ്റ്. നമ്മുടെ നാട്ടിൽ നിന്ന് ടൂറിസ്റ്റ് ഒക്കെ വരാൻ നേരത്ത് ആരും ഇവിടെ വരാറില്ല. എല്ലാവർക്കും സോനാമാർഗ്, ഗുൽമാർഗ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പോകുന്നത്. ഇതല്ലാതെ മർഗൻ ടോപ്പ്, പിന്നെ സിന്തൻ ടോപ്പ്, പിന്നെ ഈ അച്ചാബൽ ഗാർഡൻ, ഷാലിമാർ ഗാർഡൻ, അങ്ങനെ ഒരുപാട് ഗാർഡനൊക്കെ ഉണ്ട്. അത്യാവശ്യം ചരിത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ ആൾക്കാർ കുറവായിരുന്നു. ലോക്കൽസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ടൈം സ്പെൻഡ് ചെയ്യുന്നതും എല്ലാം ഇവിടെ തന്നെയാണ്. എനിക്കൊന്ന് മറ്റെവിടെയൊക്കെ സോൻമർഗിലൊക്കെ എനിക്ക് തോന്നണേ ലോക്കൽസിനേക്കാളും കൂടുതൽ നമ്മളെ ആൾക്കാരെ പോണേ. ഇവിടെ ഏറ്റവും കൂടുതൽ സിന്തൻ ടോപ്പിലും, സിന്തൻ ടോപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പീക്കുന്ന ഏകദേശം ഒരു 10 അടി 20 അടിയിലെല്ലാം മഞ്ഞൂണ് കിടക്കും. അവിടെയും ഐസ് സ്കേറ്റിംഗ്, നോ സ്കേറ്റിംഗ്, എല്ലാ ലിഷർ ടൈം എല്ലാം അവിടെ പരിപാടി പൊളിയാണ്. പക്ഷെ അവിടെ ആൾക്കാർ കുറവാകുന്നത്. ഇപ്പോഴാണ് സിവിലിയൻസ് ഒക്കെ പിന്നെയും പോയി തുടങ്ങുന്നത്. ഇവിടെ ലോക്കൽ വ്ളോഗേഴ്സ് ഒക്കെ പോയിട്ടിട്ട് അങ്ങനെയുള്ള. പിന്നെ ഞാൻ കുറച്ച് വ്ളോഗിൽ കണ്ടിട്ടുണ്ട്, അതായത് ബാക്കിയുള്ള സ്ഥലത്ത് മഞ്ഞില്ലെങ്കിൽ സിന്തൻ ടോപ്പിൽ മഞ്ഞുണ്ടാവും പറഞ്ഞിട്ടുണ്ട്. സിന്തൻ ടോപ്പിൽ എപ്പോഴും മഞ്ഞുണ്ടാവും അല്ലേ? വണ്ടി പോകുമ്പോൾ വണ്ടിനേക്കാളും ഹൈറ്റിലായിരിക്കും എപ്പോഴും മഞ്ഞല്ലേ? ഞാൻ അങ്ങനെ കുറെ ഇത് കേട്ടിട്ടുണ്ട്. സിന്തൻ ടോപ്പിൽ അത്യാവശ്യം മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. കാരണം ബാക്കിയുള്ള സ്ഥലത്ത് ഇല്ലെങ്കിൽ ഇവിടെ എന്തായാലും ഉണ്ടാവും എന്ന് പറയണം. ഇതൊക്കെ ഹെറിറ്റേജ് ബിൽഡിംഗ് എല്ലാം. ഇത് നമ്മുടെ ആപ്രിക്കോട്ടല്ലേ, വാൾനട്ടിന്റെ ട്രീ കൊണ്ടുള്ള അതിന്റെ വുഡ് പാർക്കല്ല. വുഡ് അല്ലേ? ആപ്രിക്കോട്ടിന്റെ നമ്മള് ഇന്ത്യയിലെ ബെസ്റ്റ് നമ്പർ 1 5 വുഡില് 2nd പൊസിഷൻ വാൾനട്ട്. അതെ, കൊറേ ഇതൊക്കെ ഒരു ഫുള്ള് ചരിത്രം അറിയാവുന്ന ആളാണ്. അപ്പൊ എന്തായാലും നല്ല അടിപൊളി സ്പോട്ടാണ്. അപ്പൊ മാക്സിമം അനന്ത്നാഗ് വന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരാൻ ശ്രമിക്കുക. കാരണം ഇത് അത്യാവശ്യം നല്ല ചരിത്രവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ അത്യാവശ്യം പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമുണ്ട്. കാരണം അധികം ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് അധികം ആൾക്കാർ വരാറില്ല. കാരണം ഇവിടെയുള്ള ആൾക്കാരാണ് കൂടുതൽ ഇവിടെ വന്നത്. കണ്ടില്ലേ? അടിപൊളി ഭംഗിയാണ്ടോ ശരിക്കും. ആ വെള്ളമൊക്കെ ഫുള്ള് മലയെന്ന് തന്നെ വെള്ളമല്ല കേട്ടോ. നാച്ചുറൽ സ്പ്രിങ്.
ഇവിടുന്ന് നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് ഇപ്പൊ കാണാം, നല്ല പീക്കാണ്, നല്ല ഹൈറ്റ് ഉണ്ട്. മലയുടെ സ്റ്റാർട്ടിങ് അത് അതിന്റെ ഒരു ക്ലിഫിലാണ് ഈ ഒരു ഗാർഡൻ ഉള്ളത്. ഗാർഡൻ തന്നെ സെറ്റാണ്. അവിടെ മറ്റേ കാശ്മീരിയുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇതെന്താണ് ഷൂട്ടിങ്, ഫോട്ടോഷൂട്ടിന് വെച്ചേക്കണ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോഗ്രാഫി, ഒരു മെമ്മറബിൾ മൊമെന്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് ഇതല്ലേ? ഓൺലി ഫോർ മെമ്മറബിൾ മൊമെന്റ്. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതാണ്ടാ മറ്റേ കാശ്മീരി ടൈപ്പ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാ. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ പരസ്പരം അങ്ങാടി ഇങ്ങാടും. നമ്മുടെ നാട്ടുകാരാണെങ്കിൽ അങ്ങാട് പോയി അടിപൊളിയായിട്ട് പരിചയപ്പെടും. കാരണം എന്താ പറയുക, എല്ലാവരുമായിട്ട് അത്യാവശ്യം നല്ല ബോണ്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ വന്ന വഴിക്ക് ഒരുപാട് ആൾക്കാരെ പരിചയം, കാരണം നമ്മൾ തമ്മിലൊരു പരിചയം ഉണ്ടാവില്ല. ശരിക്കും ഞാൻ സൈക്കിൾ എടുത്തിട്ട് പോലുമില്ല, അല്ലാണ്ട് നമ്മൾ കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും ഹായ് എന്തൊക്കെയുണ്ട് മനസ്സിലാ, അങ്ങനത്തെ രീതിയിൽ ഫുള്ള് അറ്റാച്ച്മെൻ്റ് ആണ് നമ്മൾ ആൾക്കാരൊക്കെ ആയിട്ട്. അതൊരു വലിയ കാര്യമുണ്ടാവും. हाय कैसे हो? ഇവര് പറയുന്നത് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് 100 രൂപയാണ്. ഫോട്ടോ ഒക്കെ എടുത്തരും, ഒരു മെമ്മറബിൾ മൊമെന്റ് എടുക്കാൻ വേണ്ടി. കാരണം ഇവിടെ ഇഷ്ടംമാതിരി ആളുകൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടാ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ. ഒരു ഫോട്ടോയ്ക്ക് 100 രൂപ, ഒരു ഫോട്ടോക്ക് ഡ്രസ് ഇട്ടിട്ട് കൂടെ 100 രൂപ ഇവര് തന്നെ എല്ലാം ചെയ്തു തരും. ഓ മുഹമ്മദ് റഫീഖ് ഗുലാൻ നബി, അച്ചാബൽ മുഗൾ ഗാർഡൻ. അപ്പൊ ഇവരുടെ ഇതാണ് ഇത്. കാരണം എല്ലാ ടൈപ്പ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് 100 രൂപ. കാരണം ഇതിപ്പോ ഇവർക്കൊരു വരുമാനം കൂടി കേട്ടോ. നമ്മളിപ്പോ എടുത്ത ആൾക്കാരുടെ ഇതാണ് ഇപ്പൊ കാണുന്നത്. 200. ഓ ഇങ്ങനത്തെ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ 100 വരുമല്ലേ. അപ്പോൾ ഇത് കുറച്ചും കൂടെ വലിയ ഫോട്ടോയാണ്. അപ്പോൾ ഇതാകുമ്പോൾ 200 രൂപ വരും ഇങ്ങനത്തെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഓർണമെൻറ്റ്സ് അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സിൻ്റെ ഒപ്പം. പിന്നെ അതേ ഗിറ്റാറൊക്കെ ഉണ്ട് കേട്ടോ. ഗിറ്റാറൊക്കെ പിടിച്ചിരിക്കണം. ഈ ഒരു കൊച്ചി കണ്ടില്ലേ, കലം അങ്ങനത്തെ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കാശ്മീരി ഡ്രസ്സ്, പിന്നെ തലപ്പാവ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ കാരണം ഇത് ഇവർക്ക് ഒരു നല്ലൊരു വരുമാനമുണ്ട്. കാരണം ഇവിടേക്ക് വന്ന ആൾക്കാർ, അതായത് ഇവിടേക്ക് വന്ന ആൾക്കാർക്ക് വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു മെമ്മറി ആയിട്ട് വെക്കാം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അതേപോലെ ഞങ്ങളിപ്പോൾ ഇവിടെ അച്ചാബൽ ഗാർഡൻ, അതായത് അച്ചാബൽ മുഗൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങണേണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മാർക്കറ്റിലൊക്കെ പോകാനും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനെന്ന് പറയില്ലേ. അപ്പോൾ അങ്ങാടേക്ക് പോകട്ടോ. കാരണം കിഡിലൻ ഇതാണ്ടാ സെറ്റ് വൈബാണ്. കാരണം മലയിൽന്ന് ഒഴുകി തന്നെ വെള്ളം. ഞാനിപ്പോൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാണ്ട് കാലിട്ട നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തെളിഞ്ഞ വെള്ളം ഉണ്ടാവും. പിന്നെ ഇപ്പുറത്ത് തൊട്ടതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമാതിരി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഫാമിലി ഇവരായിട്ട് ഇരിക്കുമ്പോൾ അവർ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയൊക്കെ വൈകിട്ട് അതന്നെ പിള്ളേർക്കൊക്കെ വന്ന് നിൽക്കാനാണെങ്കിലും വൈകിട്ട് എല്ലാവരും വന്നതാണ്. വൈകിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളാണ് ഇവിടെ. അല്ല അടിപൊളി വൈബാണല്ലേ ഇവിടെ. പിന്നെ ഈ ഒരു മരമുള്ളതുകൊണ്ട് സെറ്റാണ് ഇവിടെ അല്ലേ. ഈ മരം ജാൻകേൻ്റെ സ്റ്റേറ്റ് ട്രീ ആണ്. നമ്മുടെ കേരവൃക്ഷം തെങ്ങ് എന്ന് പറയുന്നത് ചിന്നാർ ട്രീ ഇതല്ലേ. നമുക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓട്ടം ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അതാണ്. ഓ സെറ്റാണ്. പക്ഷേ കാണാനല്ല അടിപൊളിയാണ് ഇവിടെ. നല്ല തണലും ഉണ്ടാവും ഇല്ലേ. തണുപ്പല്ലേ ഇപ്പോഴേ, നല്ല തണുപ്പുണ്ട് ഇപ്പൊ. കോട്ടേജ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇവരുടെ ഇതിങ്ങനെ ഓൺലൈൻ ബുക്ക് ചെയ്യാം. ഗസ്റ്റ് റൂംസ് ആണ്. റേറ്റ് പിന്നെ കുറവായിരിക്കുമല്ലോ ഗവൺമെന്റിന്റെ. പൊതുവെ കുറവായിരിക്കും, ഇവരുടെ ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയാം. അല്ലേ, സാധാരണ നമ്മുടെ കേരളത്തിൽ നമ്മൾ ഇഷ്ടംമാതിരി ഗസ്റ്റ് റൂം കണ്ടിട്ടുണ്ട്. PWD അതേപോലത്തെ ഒരു സംഭവമാണ് ഇവിടെ ഗസ്റ്റ് റൂം കാര്യങ്ങൾ. എനിക്ക് തോന്നുന്ന റേറ്റ് കാര്യങ്ങൾ കുറവായിരിക്കും ഓൺലൈൻ ബുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അത് തന്നെ നമ്മൾ മറ്റേ ടിക്കറ്റിൻ്റെ റേറ്റ് ആണ്. അഡൽട്ട് ആണെങ്കിൽ 15 15 ചൈൽഡ് 15, അഡൽട്ട് ആണെങ്കിൽ 30 വയസ്സ് 30 രൂപയുണ്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല കോട്ടേജിൻ്റെ കേസ് പറഞ്ഞില്ലേ, ഗസ്റ്റ് റൂമിൻ്റെ അത് സെയിം ഇത് തന്നെ ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നു കിട്ടാനൊക്കെ കുറച്ച് പണിയായിരിക്കുള്ളൂ. കാരണം ഓൺലൈൻ ബുക്കിങ് കുറച്ച് പണിയാണത്. ഞാൻ പലപ്പോഴും മറ്റേ നമ്മുടെ മൂന്നാർ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും നമുക്ക് കിട്ടിയില്ല PWDയുടെയൊക്കെ. അപ്പോൾ ഇതെങ്ങനെ സംഭവം എന്നറിയില്ല. ഓൺലൈൻ ബുക്കിംഗ് ആണെന്നാണ് പറഞ്ഞു കേട്ടേക്കാൻ കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പാർക്കിൽ ഇപ്പുറത്താണ് പാർക്ക് കാര്യങ്ങൾ.
അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിരിക്കണേ. ശരിക്കും ഞാൻ ഈ പുള്ളിനെ കണ്ടുപിട്ടിയാണ്ടല്ലോ ഈ ഒരു ബൈക്ക് ഡെലിവറി എടുക്കാൻ പോയ ടൈമില് അല്ലേ? കാരണം കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വണ്ടിയുടെ ഡെലിവറിക്ക് ഞാൻ കണ്ടു. അല്ല, പുള്ളിയുടെ ലൈഫിൽ ഒരു സന്തോഷം പുള്ളി നേരാൻ പോയപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു സന്തോഷം. നമ്മുടെ ആ ഒരു ഇതിന് ഒക്ടോബർ 12-ാം തീയതി കാരണം ഞങ്ങൾ ശ്രീനഗറിൽ വെച്ച് കണ്ട ഈ ഒരു വണ്ടിയുടെ ഒരു ഇത് മാത്രം. അപ്പോൾ പുള്ളി വണ്ടി എടുത്തില്ല ആ സമയത്ത്. പക്ഷെ ഞാൻ കണ്ടില്ല, വണ്ടി എടുത്തിട്ടില്ല. ഷോറൂമിൽ വെച്ച് നമ്മൾ രണ്ടാമത് പോണോയിക്കണ്ടല്ലേ, അപ്പോഴാണ് കണ്ടത്. അതും എങ്ങനെ നമ്മൾ കണ്ടല്ലേ, ഞാനത് ആലോചിക്കണം. അതും ഹർജിന്ദർ, ഞങ്ങളുടെ ഡ്രൈവർ ഹർജിന്ദർ പറഞ്ഞു, സാർ നിങ്ങളുടെ നാട്ടുകാരനാവാൻ സൈക്കിള് എന്നാൽ എന്തൊരു കോയിൻസിഡൻസ്. അപ്പൊ എന്തായാലേ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാട്ടെ, കുറച്ച് പരിപാടിയുണ്ട്. അപ്പൊ പോണോ ഈ കാഴ്ചകളൊക്കെ കാണാം. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇപ്പൊ ഇനി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോണേട്ടാ. അപ്പൊ ബ്രോയുടെ വണ്ടിയിലാണ്. അപ്പൊ ഇവിടെ മാർക്കറ്റ് ഉണ്ട് കേട്ടോ പോണോയ്ക്ക്. അപ്പൊ അവിടെ വേണം പോവാൻ. നമ്മളിപ്പോ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇവരുടെ കിച്ചണിലേക്ക് വന്നിട്ട് ഹായ് മൗണ്ടൻ ഡ്യൂ വേണ്ട. ഓക്കെ, ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മന്തി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ആണ്. ഹായ് ചീഫ് കുക്ക് കുക്കാണ്. അപ്പൊ ഇവിടെ ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാരും ഓരോരോ പരിപാടിയിലിരിക്കണേണ്. അപ്പൊ ഇവിടെ കുക്കിംഗ് ആണ്. സെറ്റാണ് മന്തി. ഇതിട്ടാണ് ശരിക്കും നമ്മുടെ ഇതിനകത്ത് ഓർഗാനിറ്റിക്കുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ പൗഡർ ഒന്നുമില്ല. പിന്നെ നാട്ടിലൊക്കെ ചിക്കൻ ക്യൂബ് അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല. ഇല്ല, നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നാച്ചുറൽ ആയിട്ട് കടുകെണ്ണയിൽ ഉണ്ടാക്കാൻ വേണ്ട എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനം മറ്റേ ഇത് നമ്മുടെ താഴത്തെ കിച്ചൺ ഗാർഡൻ ഉണ്ട്. പുതിനല്ലേ കുക്ക്. അങ്ങനെ നമ്മുടെ മന്തിയുടെ പ്രിപ്പറേഷനൊക്കെ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കേട്ടാ. ചിക്കനും മസാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ റൈസിന് വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാം ചെയ്യണം നമ്മുടെ ബ്രോയാട്ടാ. ആളൊരു അടിപൊളി കുക്കും കൂടിയാണ്. ആൾ അടിപൊളിയായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്തിട്ട് വേണം നമുക്ക് ദമ്മിടാൻ. അപ്പുറത്തെ റൂമിലാണെങ്കിൽ ആഘോഷങ്ങൾ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടാ. അപ്പോൾ എല്ലാവരും ഭയങ്കര ആഘോഷങ്ങളിലാണ്. കാരണം ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ നമ്മൾ വന്ന ദിവസം നമുക്ക് ഇങ്ങനെ ഒരു അടിപൊളി നിമിഷം ഉണ്ടായിട്ടാ. നമ്മളെ ബ്രോ നല്ല രീതിയിൽ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. കാരണം ഞാൻ ഓഡിയോ കട്ട് ചെയ്ത വേറൊന്നുമല്ല, ഓഡിയോ ഓൺ ആയി കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് നമ്മൾ ദമ്മിട്ടാ. അപ്പോൾ ഇതെല്ലാം ചെയ്തത് നമ്മുടെ ബ്രോ തന്നെ കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ടിരിക്കണേ. അപ്പം ഇനി ദമ്മിട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി കുറച്ച് നേരമായിട്ട് ഫുഡ് എടുക്കാൻ. അപ്പോൾ അതേ വേറെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ട്, ഇത് നമ്മുടെ സിന്ധു ബ്രോ കേട്ടോ. ആളൊരു അടിപൊളി മനുഷ്യനാണ്. ആൾ നമ്മൾ കഴിഞ്ഞ ട്രിപ്പിൽ വെച്ച് കണ്ടുമുട്ടിയാണ് കേട്ടോ. ആളൊരു റോമിയോ കൂടി കേട്ടോ. ഭയങ്കര അടിപൊളി മനുഷ്യനാണ്. അപ്പം സെറ്റായത് നമ്മളെ ഫുഡ് സെറ്റായിരിക്കുകയാണ്. മന്തി ഷെഫിൻ്റെ വക. मेरे को किसी ये कुछ नहीं लेना था. Hi sir. Sir, my Instagram ID please mention. Sure. Jesse AK47. इनको ये बकचोदी चाहिए. No sir, it is not बकचोदी. जस्सी भाई सुन भाई, इसको ऐसा मेंशन करना.